ഹായ് എല്ലാവർക്കും നമസ്കാരം. മൈസൂസ് ടൈമൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ പള്ളിപ്പാളയമാണ് ഉണ്ടാക്കുന്നത്. അതൊരു തമിഴ്നാട് ഈറോഡിലൊക്കെ ഉള്ളൊരു ചിക്കൻ സ്പെഷ്യലാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പം ആദ്യം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണമായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. വെളുത്തുള്ളി 10 അല്ലിയും പച്ചമുളകും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ 1/2 kg ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടി ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നോക്കാം. ചെറിയുള്ളിയാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഞാൻ അതൊരു 25-30 എണ്ണം എടുത്തിട്ടുണ്ട്. വെല്ലുള്ളി വേണ്ടവർക്ക് ഇട്ടാൽ മതി. ഞാനൊരു 1/2 കഷ്ണം എടുത്ത് വെച്ചെന്നുള്ളൂ. അതില്ലെങ്കിൽ ഫുള്ള് ചെറിയുള്ളി ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് തേങ്ങാക്കൊത്ത്, മല്ലിയില, കറിയില, അതേപോലെ 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം ഞാൻ കറിയിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ ചെറിയ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് എടുക്കുക. ഓക്കെ, ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് കളറ് മാറി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു അര വെല്ലുള്ളി എടുത്തിട്ട് അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി അരിഞ്ഞതും ഒരര വെല്ലുള്ളി അരിഞ്ഞതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ആ ഒരു മിക്സിന്. എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ അത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കണ്ടോ, ഈ ഒരു കളർ മാറി വന്നപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടോ, അപ്പോൾ ഞാൻ ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ 1/2 kg ചിക്കൻ്റെ അളവ് വെച്ചിട്ടാട്ടോ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഒരു അളവ് പറയുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ ആ ഒരു ചെറിയൊരു വേവ് പോലെ ഇങ്ങനെ കാണുന്നില്ല, അങ്ങനെ വരുമ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിക്കണം, ചിക്കൻ ഫുള്ള് വേവാൻ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഗ്രേവി ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ചപ്പാത്തി പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ കണ്ടോ, കുറച്ചൊന്ന് ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിയിലയും കറിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പള്ളിപ്പാളയം റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.